എല്ലാവർക്കും നമസ്കാരം. ടീം എൻഗേജ്മെൻറ്റിനും ടീം ഡെവലപ്മെൻറ്റിനും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്കും ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളിലൊന്നാണ് ഡെലിഗേഷൻ. ഡെലിഗേഷനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു പ്രസക്തിയെ ഒരിക്കൽ കൂടി നമ്മുടെ ടീമിലെ എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്തമായ രൂപത്തിൽ കൂടി ഈ കാര്യത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എവിടെയാണോ ശക്തമായ ഡെലിഗേഷൻ നടക്കുന്ന അത്തരം സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 40 മുതൽ 50% വരെ ഒരു നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുകയും ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ് ഉണ്ടാകുന്നു എന്നുള്ളതുമാണ് കണക്ക്. എന്നിരുന്നാലും മാനേജേഴ്സും പല സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് SME MSME ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ ഇത് ലീഡ് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന പലരും ഈ ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായി നടത്തുന്നില്ല, അവോയ്ഡ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണമായി കണ്ടെത്താൻ കഴിയുന്നത് ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. പല ആളുകളും ചിന്തിക്കുന്ന കാര്യം, നമ്മളിത് ചെയ്യുന്നത് പോലെ ആവില്ല വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ആകെ ഇത് കൺട്രോൾ പോവും, മറ്റുള്ളവർ അതേ ഇൻറ്റൻസിറ്റിയിൽ ഇത് ചെയ്യില്ല, അവരത് കറക്റ്റായിട്ട് ചെയ്യില്ല, പിന്നെ അത് ദോഷമായി വരും എന്നുള്ള പേടി തന്നെയാണ് ഒന്നാമത്തെ റീസൺ. 2, പെർഫെക്ഷനിസ്റ്റാണ്. പലരും വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ഒന്നും ആവില്ല അവർ ചെയ്താൽ, അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുന്നവരുണ്ട്. മൂന്നാമത്തെ മെയിൻ കാര്യം ലാക്ക് ഓഫ് ട്രസ്റ്റാണ്, വിശ്വാസമില്ലായ്മ. ടീമിലുള്ള ആളുകളുടെ കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. 4, മൈക്രോ മാനേജ്മെൻറ്റ് ടെൻഡൻസി. ചില ആളുകൾക്ക് പറയുമ്പോൾ എനിക്ക് ഡെലിഗേറ്റ് ചെയ്ത് മാറി നിൽക്കണം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങിച്ചെന്ന് ഓരോന്നും ക്ലോസ് ആയിട്ട് നോക്കി അതൊരു സ്വഭാവമായി മാറുന്നതുകൊണ്ട്. 5, ഇൻസെക്യൂരിറ്റിയാണ്. അതായത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി വലിയ പ്രസക്തി ഇല്ലാതായി മാറുമോ എന്നുള്ള പേടി. 6, റിസ്ക് അവേഷൻ, ഹെസിറ്റേഷൻ ടു ടേക്ക് റിസ്ക് ഓൺ അതേഴ്സ് വർക്ക്. കാരണം ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടെ ഉത്തരവാദിത്തം എന്നിൽ വരും. അപ്പോൾ അവർ തെറ്റ് സംഭവിപ്പിച്ച് കഴിഞ്ഞാൽ ആ തെറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടി. പിന്നെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് അടുത്ത ആളുകൾക്കുള്ളത്. കാരണം ചിലർ വിശ്വസിക്കുന്നു, ഞാനിപ്പോൾ ഇവരെയൊക്കെ ഇത് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇരിക്കുന്ന നേരത്ത് ഞാൻ തന്നെ ചെയ്താൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്നതും ഒരു കാരണമാണ്. പിന്നെ കൺസേൺ അബൌട്ട് ടീം ഡൈനാമിക്സ്. അതായത് ഡെലിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടീമിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുമോ, ടീമിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു വർക്ക് കെമിസ്ട്രി മാറുമോ എന്നുള്ള പേടി. അക്കൗണ്ടബിലിറ്റി വറീസ് ഉണ്ട് ചിലർക്ക്. അതായത് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് അതിനും കൂടെ അക്കൗണ്ടബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. നേരത്തെ പറഞ്ഞല്ലോ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം. അതുപോലെ ഈ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെയുള്ള ആൾക്കാരുടെ എംപവർമെൻറ്റും അവരുടെ ഗ്രോത്തും ഒക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ആ അക്കൗണ്ടബിലിറ്റി വറിയാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഡെലിഗേറ്റ് ചെയ്യണം? ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ടൂളാണ് സക്സസ്സിലേക്ക് എന്ന് പറയാൻ കാരണം, അങ്ങനെ ടൈം ഫ്രീ ആക്കിയാലേ കുറച്ചും കൂടെ സ്ട്രാറ്റജി പ്രയോറിറ്റി ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവുള്ളൂ. അതുമാത്രമല്ല, ടീമിലുള്ളവർക്ക് അവരെ നമ്മൾ വിശ്വാസത്തിലെടുത്തു എന്നുള്ള ചിന്തയും അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവാനും എൻഗേജ്മെൻറ്റ് ഉണ്ടാവാനും സഹായിക്കും. മാത്രമല്ല, പുതിയ കഴിവുകൾ കണ്ടെത്താനും പ്രൊഫഷണലായി ഗ്രോ ചെയ്യാനും ടീം തയ്യാറാവുന്നത് ആ പോയിന്റിൽ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എഫക്റ്റീവായ ഡെലിഗേഷനുള്ള ചില ടിപ്സും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ട്രെങ്ത്തും ടാസ്കും തമ്മിൽ മാച്ച് ആയിരിക്കണം. ഓരോരുത്തരുടെ കഴിവും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയും തമ്മിൽ മാച്ച് ആവുന്നത് ഡെലിഗേഷനിൽ ഇമ്പോർട്ടൻ്റാണ്. മാത്രമല്ല, ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞിട്ടായിരിക്കണം ആളുകൾക്ക് വർക്കുകൾ അസൈൻ ചെയ്യേണ്ടത്. അതുകൂടാതെ എപ്പോൾ വേണമെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും അവർക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യുക. മാത്രമല്ല, ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. മാത്രമല്ല, ഇടയ്ക്കൊന്ന് ചെക്ക് ഇൻ ചെയ്യുക. ചെക്ക് ഇൻ മീൻസ് ഇടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക, പ്രൊവൈഡ് ഫീഡ്ബാക്ക്. ഓരോ ഘട്ടമായിട്ട് എവിടം വരെ എത്തി എന്താണെന്നുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് ലോഡ് ഈസി ആക്കുന്ന ഒരു പരിപാടിയാണ് ഡെലിഗേഷൻ എന്ന് ചിന്തിക്കരുത്. കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും സ്കിൽഡ് ആയിട്ടുള്ളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഏറ്റവും കൂടുതൽ ഏത് മാനേജ്മെൻറ്റിനെ ഏത് പ്രസ്ഥാനത്തെ സഹായിക്കുന്ന കാര്യമാണ് ഡെലിഗേഷൻ. അത് നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ഭംഗിയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു.